أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يوم نطوي السماء كطي السجل للكتب كما بدأنا أول خلق نعيده وعدا علينا إنا كنا فاعلين. ولقد كتبنا في الزبور من بعد الذكر أن الأرض يرثها عبادي الصالحون. إن في هذا لبلاغا لقوم عابدين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1086 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ അംബിയായിലെ 104 മുതൽ 106 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യൗമ നത്വി സ്സമാഅ കത്വയ്യി സിജില്ലി ലിൽ കുതുബ് കമാ ബദഅനാ അവ്വല ഖൽഖിൻ നുഈദു وعدا علينا إنا كنا فاعلين. ولقد كتبنا في الزبور من بعد الذكر أن الأرض يرثها عبادي الصالحون. إن في هذا لبلاغا لقوم عابدين. صدق الله العلي العظيم. സൂറത്തുൽ അംബിയയിലെ 104 മുതൽ 106 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. രണ്ട് വ്യത്യസ്തമായ തലങ്ങളിലുള്ള മനുഷ്യരെ ഏറ്റുവാങ്ങാനിരിക്കുന്ന അവരുടെ ജീവിതാന്ത്യത്തിലെ ഭാഗധേയം വ്യക്തമാക്കപ്പെടുകയായിരുന്നു. നമ്മൾ ഇതിനകം വായിച്ച് വിശദമാക്കിയിട്ടുള്ള ആയത്തുകളിൽ സത്യമാർഗം ഉൾക്കൊണ്ട് പ്രവാചകന്മാരുടെ മാർഗദർശനം സ്വീകരിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിച്ച ആളുകളുടെ ഒരു ഭാഗധേയവും അതിന് കൂട്ടാക്കാതിരുന്ന അള്ളാഹുവിന്റെ ഏകത്വത്തെയോ മനുഷ്യകുലം ഒരൊറ്റ സമുദായമാണ് എന്ന കാര്യമോ ഒന്നും ഉൾക്കൊള്ളാത്ത വിധത്തില് പ്രകൃതിപരമായ പ്രവാഹത്തിന് വിരുദ്ധമായി നിലക്കൊണ്ടുകൊണ്ട് ജീവിച്ച ആളുകളുടെ വ്യത്യസ്തമായിട്ടുള്ള ജീവിതാന്ത്യത്തിലെ വ്യത്യസ്തമായ ഒരു ഭാഗധേയവും ഈ രണ്ട് സംഗതികള് വേറിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തില് നമ്മൾ വായിച്ച് പൂർത്തിയാക്കിയ ആയത്തുകളിൽ വിശദമാക്കപ്പെട്ട് നമ്മൾ കാണുകയുണ്ടായി. അതില് സത്യമാർഗം അവലംബിച്ച ആളുകളുടെ വിശ്വാസം ഉൾക്കൊള്ളുകയും സൽക്കർമ്മങ്ങളുടെ ഒരു ജീവിത രീതിയുമായി മുന്നോട്ട് പോവുകയും ചെയ്ത ആളുകളുടെ അനുഭവങ്ങളുടെ അവരുടെ ഭാഗധേയത്തിന്റെ വിവരണമാണ് നമ്മൾ അവസാനമായിട്ട് വിശകലനം ചെയ്ത ആയത്തുകളിൽ അടങ്ങിയിട്ടുണ്ടായിരുന്നത്. ലാ യഹ്സുനുഹുമുൽ ഫസഉൽ അക്ബർ, ആ മഹാവിഭ്രമം അത് അവരെ വിഷമിപ്പിക്കുകയില്ല, അവരതിന്റെ പേരിൽ മനപ്രയാസത്തിൽ അകപ്പെടുന്നവരാവുകയില്ല എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെട്ട സംഗതി. അന്ത്യനാളിന്റെ ഭീകരമായ അവസ്ഥ
എല്ലാവരും വിഭ്രമത്തിലായി പോകുന്ന അതിഭീകരമായ ആ സാഹചര്യം, അതൊന്നും ആ ഫസഉൽ അക്ബർ ഒന്നും ഈ വിഭാഗത്തിൽ പെടുന്ന ആളുകളെ ബാധിക്കുകയില്ല. തതലഖാഹുമുൽ മലായികത്തു, അവരെ മാലാഖമാർ, അള്ളാഹുവിന്റെ മാലാഖമാര് കണ്ടുമുട്ടുന്നതും അഭിമുഖീകരിക്കുന്നതും ഒക്കെ അവർക്ക് വലിയ സന്തോഷം പകർന്നു നൽകുന്ന വിധത്തിൽ അവരെ സ്വാഗതം ചെയ്തുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഒക്കെ ആയിരിക്കും. അവരോട് പറയുക, ആദാ യൗമുക്കുമുല്ലദീ കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്ന ആ സുദിനമാണ് വന്നു ചേർന്നിരിക്കുന്നത്, നിങ്ങളുടെ സ്വന്തം നാൾ എത്തിയിരിക്കുന്നു. ഈ വിധത്തിലാണ് മലക്കുകൾ അവരെ സന്തോഷിപ്പിക്കുന്ന വിധത്തിൽ അവരെ സ്വാഗതം ചെയ്തുകൊണ്ട് അവരോട് പറയാം. ഈ കാര്യമാണ് നമ്മൾ വായിച്ച ആയത്തുകളിൽ അവസാനമായിട്ട് സൂചിപ്പിക്കപ്പെടുകയുണ്ടായി. അതിനുശേഷം അള്ളാഹു ആ അന്ത്യനാളിന്റെ സാഹചര്യങ്ങളെ വിശദമാക്കുന്ന ചില കാര്യങ്ങൾ തുടർന്ന് പറയുകയാണ്. യൗമ നത്വി സമാഅ കത്വയി സിജില്ലി ബിൽ കുതുബ്, ഒരു നാളിനെ അള്ളാഹു വിവരിക്കുകയാണ്. ആ നാള് നത്വി സമാ, ആകാശത്തെ നാം ചുരുട്ടി വെക്കുന്നു, ആകാശത്തെ നാം ചുരുട്ടിയെടുക്കുന്നു. ഏതുപോലെയാണ്? കത്വയി സിജില്ലി ലിൽ കുതുബ്, പുസ്തകത്തിന്റെ ഏടുകളെ ചുരുട്ടിയെടുക്കുന്നത് പോലെ. കത്വയി സിജില്ലി ലിൽ കുതുബ്, സിജിൽ എന്ന് പറഞ്ഞാല് കടലാസുകൾ ചേർത്ത് ഉള്ള ഏടാണ്. പുസ്തകത്തിന്റെ താളുകൾ ചേർത്തുള്ള ഏടുകൾ ചുരുട്ടി എടുക്കുന്നത് പോലെ. കത്വയി സിജില്ലി ലിൽ കുതുബ്, ആ വിധത്തില് ആകാശത്തെ നാം ചുരുട്ടിയെടുക്കുന്നു ആ നാളില്. കമാ ബദഅന അവ്വല ഖൽഖിൻ, സൃഷ്ടിപ്പിന്റെ തുടക്കത്തിൽ നാം ഏത് വിധത്തിലാണോ അത് തുടങ്ങുകയുണ്ടായത്, നുഈദു, അതേ വിധത്തിലേക്ക് നാം അതിനെ തിരികെ കൊണ്ടുപോകുന്നു. വഅദൻ അലൈന, സത്യമായി പുലർത്തുക എന്നത് നമ്മുടെ മേൽ ബാധ്യതയായിട്ടുള്ള, ഉത്തരവാദിത്തമായിട്ടുള്ള നമ്മുടെ വാഗ്ദാനമാണിത്. ഇന്നാ കുന്നാ ഫാഇലീൻ, നിശ്ചയമായിട്ടും നാം അത് ചെയ്യുക തന്നെ ചെയ്യും. വലഖദ് കതബ്നാ ഫി സബൂരി മിൻ ബഅദി ദിക്ർ, തുടർന്ന് അള്ളാഹു പറയുന്നത്, സബൂറിൽ നിശ്ചയമായിട്ടും നാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മിൻ ബഅദി ദിക്ർ, അതിന്റെ മുഖ്യമായ ഉത്ബോധനത്തിന്റെ ശേഷം. അന്നൽ അർള യരിസുഹാ ഇബാദിയ സ്വാലിഹൂൻ, നിശ്ചയമായിട്ടും ഭൂമിയെ നമ്മുടെ സുഹൃതവാന്മാരായ അടിമകൾ, നമ്മുടെ ഇബാദുകൾ, സച്ചരിതരായ നമ്മുടെ ഇബാദുകൾ ഭൂമിയെ അനന്തരമെടുക്കുന്നതാണ് എന്ന് നാം സബൂറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന ഫീ ഹാദാ, നിശ്ചയമായിട്ടും ഈ ഒരു സംഗതിയിൽ, ലബലാഗൻ ലിഖൗമിൻ ആബിദീൻ, ആരാധനകളിൽ ഏർപ്പെടുന്ന സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അതിലവർക്ക് വളരെ ശക്തമായ ഒരു സന്ദേശം അടങ്ങിയിട്ടുണ്ട്. ഇതാണ് അള്ളാഹുവിടെ പറയുന്നത്. ഈ വായിച്ച് നമ്മൾ അർത്ഥം വിശദമാക്കിയിട്ടുള്ള ഈ ആയത്തുകളുടെ മുഖ്യമായ പ്രമേയം അവസാന നാളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. ഏതു വിധത്തിലാണത് നടപ്പിലാക്കപ്പെടാൻ പോകുന്നത് എന്നതാണ് അള്ളാഹു ചില സൂചനകൾ ഇവിടെ നൽകുന്നത്. ആ മെറ്റഫർ, അതില് പ്രയോഗിച്ചിരിക്കുന്ന പുസ്തകത്തിന്റെ താളുകള് ചുരുട്ടിയെടുക്കുന്നത് പോലെ എന്നൊരു മെറ്റഫർ ഉപയോഗിച്ചത് കൊണ്ട് നമുക്ക് എന്തൊക്കെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുമോ അത്രയും അത് മനസ്സിലാകും എന്നതല്ലാതെ ഏത് വിധത്തിലാണ് ഈ പ്രപഞ്ചത്തെ അള്ളാഹു മറ്റൊന്നാക്കി മാറ്റാൻ പോകുന്നത് എന്നത് നമുക്കതിൽ വ്യക്തമായിട്ട് ഒരു ധാരണയൊന്നും ലഭിക്കുകയില്ല.
മനുഷ്യന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ആശയലോകമല്ല യഥാർത്ഥത്തിൽ. എങ്ങനെയാണ് അള്ളാഹു ഈ പ്രപഞ്ചത്തെ, ആകാശങ്ങളെയും ഭൂമിയെയും ഒക്കെ മറ്റൊരു വിധത്തിലേക്ക് പരിവർത്തിപ്പിക്കാൻ പോകുന്നത് അന്ത്യനാളിൽ എന്നത്. അതിന്റെ ഒരു ഏകദേശം മനോചിത്രം ലഭിക്കുന്നതിന് വേണ്ടി ഒരു മെറ്റഫർ ഉപയോഗിച്ച് അള്ളാഹു അത് നമുക്കിവിടെ വിവരിച്ചു തരുന്നു എന്നേ ഉള്ളൂ. യൗമ നത്വി സമാ, നാം ആകാശത്തെ ചുരുട്ടിയെടുക്കുന്ന ആ നാളിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു നാളിലാണ് മുകളിൽ പറഞ്ഞ കാര്യം സംജാതമാകാൻ പോകുന്നത് എന്നതാണ് സൂചിപ്പിക്കപ്പെടുന്നത്. എങ്ങനെയാണ് ചുരുട്ടിയെടുക്കപ്പെടാൻ പോകുന്നത്? കത്തൊയ്യി സിജില്ലി ലിൽ കുത്തുബ്, പുസ്തകത്തിന്റെ താളുകൾ ചുരുട്ടിയെടുക്കുന്നത് പോലെ നാം ആകാശത്തെ ചുരുട്ടിയെടുക്കുന്ന ആ നാളിൽ. അപ്പൊ നമുക്കത് അങ്ങനെ ഒരു മനോചിത്രം രൂപപ്പെടുത്തുക എന്നത് മാത്രമേ നമുക്കതിൽ സാധ്യമായതുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നിട്ട് അള്ളാഹു തുടർന്ന് പറയുന്നത് കമാ ബദഅനാ അവ്വല ഖൽഖിൻ നുഈദു, ഏത് വിധത്തിലാണോ നാം ഒന്നാമതായി സൃഷ്ടിപ്പ് നടത്തിയിട്ടുള്ളത് ആ അവസ്ഥയിലേക്ക് തന്നെ നാം അതിനെ തിരികെ കൊണ്ടുപോകുന്നു. മറ്റൊരു വായന ആ അവസ്ഥ, ആ രീതിയിൽ തന്നെ നാം അതിനെ ആവർത്തിക്കുന്നു എന്നുണ്ട്. അപ്പോ ഒന്നാമത് നാം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് എങ്ങനെയാണോ അതേ രീതിയിൽ, അതേ അവസ്ഥയിലേക്ക് നാം അതിനെ തിരികെ കൊണ്ടുപോകുന്നു. വഅദൻ അലൈന, വഅദൻ അലൈന, നമ്മുടെ മേൽ നടപ്പിലാക്കേണ്ടത് ഉത്തരവാദിത്തമായിട്ടുള്ള ഒരു വാഗ്ദാനമാണിത്. നമ്മുടെ ഒരു വാഗ്ദാനമാണ് അത്. വഅദൻ അലൈന എന്ന് പറയുമ്പോൾ നമ്മുടെ മേൽ അതിന്റെ ഉത്തരവാദിത്തം, അത് നിർവഹിക്കല് അനിവാര്യമായ ഉത്തരവാദിത്തം എന്ന നിലക്കാണുള്ളത്. കാരണം നമ്മുടെ വഅദാണത്, നാം നൽകിയ വാഗ്ദാനമാണ്. ആ വാഗ്ദാനം പാലിക്കല് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യമാണ്. അപ്പോ അള്ളാഹുവിടെ പരാമർശിച്ചിരിക്കുന്ന ഈ കാര്യം, സുനിശ്ചിതമായ ഒരു അന്ത്യം ഈ പ്രപഞ്ചത്തിന് അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് എന്നതാണ്. മനുഷ്യരെ ഏറ്റവും ചുരുങ്ങിയത് മനുഷ്യരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സകല പ്രതിഭാസങ്ങളും വീണ്ടും ഏത് വിധത്തിലാണോ അവയൊക്കെയും നിലവിൽ വന്നിട്ടുള്ളത് അതേ അവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുപോവുകയും പുനരാവിഷ്കരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സന്ദർഭം വരാനിരിക്കുന്നു, ഒരു സന്ദർഭം സംജാതമാകാനിരിക്കുന്നു എന്നതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്ന കാര്യം. അപ്പൊ ആകാശങ്ങളുടെയും ഭൂമിയുടെയും അല്ലെങ്കിൽ ഈ പ്രപഞ്ച സാകല്യത്തിന്റെ സൃഷ്ടിപ്പ് അള്ളാഹു എങ്ങനെയായിരുന്നോ ആദ്യവട്ടം നിർവഹിച്ചിട്ടുണ്ടായിരുന്നത് ആ തുടക്കാവസ്ഥയിലേക്ക് അതിനെ തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിനുവേണ്ടി അള്ളാഹു നിശ്ചയിച്ച ഒരു സമയമുണ്ട്, ഒരു നാളുണ്ട് എന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. പ്രപഞ്ചോൽപത്തിയെ കുറിച്ച് ശാസ്ത്രലോകത്ത് ഏറെക്കുറെ യോജിപ്പോടു കൂടിയുള്ള ഒരു അനുമാനം ബിഗ് ബാങ് തിയറി എന്ന പേരിൽ അറിയപ്പെടുന്നതാണ്. ഒരു മഹാവിസ്ഫോടനത്തെ തുടർന്ന് പ്രപഞ്ചം എന്നൊരു പ്രതിഭാസം വികസിച്ചുണ്ടാവുകയാണ്. തുടക്കത്തിൽ ഇതെല്ലാം ഒന്നായിരുന്നു. പിന്നീട് ഒരു മഹാസ്ഫോടനത്തെ തുടർന്ന് പ്രപഞ്ചത്തിലെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഭൂമിയും ഒക്കെയായി വളരെ വികസിതമായ ഒരു പ്രപഞ്ചം ഉണ്ടായി വരികയായിരുന്നു എന്നാണ് ബിഗ് ബാങ് മുന്നോട്ട് വെക്കുന്ന ആശയം. ഒരു സ്ഫോടനമാണ്, ഒരു പൊട്ടിത്തെറിയാണ്, അല്ലെങ്കിൽ ഒരു ശബ്ദം, ഒരു വലിയ ശബ്ദമാണ് ഇതിന്റെ തുടക്കം. അങ്ങനെ ആ ഒരൊറ്റ എൻറ്റിറ്റി ആയിരുന്ന ഒരു സംഗതി ഇതൊക്കെ ആയിട്ട് രൂപപ്പെടുകയാണ്. അത് ഒരു സ്ഫോടനത്തിന്റെ ഫലമായിട്ട് അതൊക്കെയും അതിന്റെ കേന്ദ്രത്തിൽ നിന്ന് അകന്നകന്നകന്ന് പോയി അതിവിശാലമായ ഒരു പ്രപഞ്ചമായിട്ട് രൂപപ്പെട്ടു വന്ന ഒരു ചിത്രമാണ് ശാസ്ത്രലോകം അതിന്റെ അനുമാനമായിട്ട്, പ്രപഞ്ചോൽപത്തിയെ കുറിച്ചുള്ള ഏറ്റവും സ്വീകാര്യമായ ഒരു അനുമാനമായിട്ട് മുന്നോട്ട് വെക്കുന്നത്.
ബിഗ് ബാങ് തിയറി എന്നാണ് അത് അറിയപ്പെടുന്നത്. ഇതേപോലെ തന്നെ ശാസ്ത്ര ലോകം നടത്തുന്ന മറ്റൊരു അനുമാനം, ഏതു വിധത്തിലാണോ പ്രപഞ്ചം ഇങ്ങനെ ഒരു ബിഗ് ബാങ്ങിനെ തുടർന്നുണ്ടായി നിലവിൽ വരുന്നത്, ആ പ്രപഞ്ചം നിലവിൽ വരുന്നതിന്റെ തൊട്ടു മുന്നേ ഉണ്ടായിരുന്ന അവസ്ഥയിലേക്ക് ഈ പ്രപഞ്ചം തിരിച്ചു പോകും എന്നതാണ് ശാസ്ത്രത്തിന്റെ ഒരു അനുമാനം. അതിനെ അവര് ബിഗ് ക്രഞ്ച് എന്നാണ് വിളിക്കുന്നത്. ബിഗ് ബാങ്ങിനെ തുടർന്ന് ലോകം നമുക്ക് ഇനെസ്റ്റിമബിളായ രീതിയിൽ വികസിച്ച് വലിയൊരു പ്രപഞ്ചമായി മാറി എന്നത് നമ്മൾ മനസ്സിലാക്കുന്നു. ഇത് ചുരുങ്ങി 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 വന്ന് ഒരു ബിഗ് ക്രഞ്ച് എന്ന പ്രതിഭാസത്തിലേക്ക് തിരികെ എത്തും എന്നതാണ് ശാസ്ത്രത്തിന്റെ ഒരു അനുമാനം. ഖുർആൻ ഇവിടെ പറയുന്ന ഈ ആശയത്തിനോട് വളരെ ഏറെ സാദൃശ്യമുള്ള, അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ശാസ്ത്രാനുമാനമാണത്. ഖുർആൻ ഇവിടെ പറയുന്നത് കമാ ബദഅന അവ്വല ഖൽഖിൻ നുഈദു, നാം ഒന്നാമതായി ഈ സൃഷ്ടിപ്പ് എങ്ങനെയാണോ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ആ അവസ്ഥയിലേക്ക് നാം അതിനെ തിരികെ കൊണ്ടുപോകുന്നു. അപ്പോ ഈ ബിഗ് ബാങ് ആണ് പ്രപഞ്ചോൽപത്തിയുടെ ഒരു രീതിയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതെങ്കിൽ, ഒരു ബിഗ് ക്രഞ്ചിലാണ് അത് ചെന്ന് അവസാനിക്കാൻ പോകുന്നത് എന്നതാണ് ശാസ്ത്രത്തിന്റെ അനുമാനം. ബിഗ് ക്രഞ്ച് ഒരു അവസാനമല്ല, അതൊരു മറ്റൊരു ബിഗ് ബാങ്ങിലേക്ക് നീങ്ങും എന്നതാണ് ശാസ്ത്രം അനുമാനിക്കുന്നത്. ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആശയം, ഈ പ്രപഞ്ചത്തെ അള്ളാഹുവിന്റെ ഒരു കൽപ്പന പ്രകാരം കുൻ എന്ന കൽപ്പനയുടെ ഫലമായിട്ട് അള്ളാഹു ഉണ്ടാക്കിയതാണ്. ആകാശങ്ങളും ഭൂമിയും ഒരൊറ്റ ഫതഖ്നാഹുമ, അതൊരു സോളിഡ് എൻറ്റിറ്റി ആയിരുന്നു, നാം അതിനെ അടർത്തി മാറ്റുകയാണ് ഉണ്ടായത് എന്നാണ് ഖുർആൻ മറ്റിടത്ത് പറയുകയുണ്ടായത്. നാം ആ ആയത്ത് വിശദമായിട്ട് പഠിച്ചതാണ്. അപ്പോ അന്നസ്സമാവാതി വൽ അർള് കാനത്താ റത്ഖ ഫഫതഖ്നാഹുമ, അതൊരൊറ്റ സോളിഡ് എൻറ്റിറ്റി ആയിരുന്നു, അതിനെ നാം അടർത്തുകയാണ് ഉണ്ടായത് എന്നാണ് ഖുർആൻ വിശദമാക്കിയിട്ടുള്ളത്. ഇവിടെ അള്ളാഹു പറയുന്നത്, ഏതു വിധത്തിലാണോ ഇതിന്റെ സൃഷ്ടിപ്പ് നാം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് അതേ അവസ്ഥയിലേക്ക് നാം അതിനെ തിരികെ കൊണ്ടുപോകുന്നു. വഅദൻ അലൈന, സത്യമായി പുലരുന്ന നമ്മുടെ മേൽ ബാധ്യതയായിട്ടുള്ള ഒരു വാഗ്ദാനമാണിത്. ഇത് ലംഘിക്കപ്പെടുന്ന ഒരു കാര്യമല്ല, നമ്മുടെ വാഴതാണ്, നാം നൽകിയിട്ടുള്ള വാഗ്ദാനമാണ്. അത് പാലിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്വവുമാണ്. വഅദൻ അലൈന ഇന്നാ കുന്നാ ഫാഇലീൻ, തീർച്ചയായിട്ടും നാം അത് ചെയ്യുക തന്നെ ചെയ്യും. നാം നൽകിയിട്ടുള്ള വാഗ്ദാനമാണ് ഈ പ്രപഞ്ചത്തെ ഏതൊരു വിധത്തിലാണോ നാം രൂപകൽപ്പന ചെയ്ത് സൃഷ്ടിച്ചുണ്ടാക്കിയിട്ടുള്ളത് അതേ അവസ്ഥയിലേക്ക് അതിനെ തിരികെ കൊണ്ടുപോകും എന്നത്. എന്നിട്ട് തുടർന്ന് അള്ളാഹു പറയുന്നത്, വലഖദ് കതബ്ന ഫി സബൂർ, സബൂറിൽ നാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സബൂർ എല്ലാവർക്കും പരിചയമുള്ളതായിരിക്കും എന്ന് കരുതാണ്, നേരത്തെ പരാമർശം ഉണ്ടായിട്ടുള്ളതാണ്. ബൈബിളിന്റെ ഭാഗമായിട്ട് അറിയപ്പെടുന്ന ഒരു സെക്ഷൻ ഉണ്ട്, സങ്കീർത്തനങ്ങൾ എന്ന് മലയാളത്തിൽ പറയുന്ന സാംസ് എന്നാണ് ഇംഗ്ലീഷിൽ അതിനെ വിളിക്കാറുള്ളത്. അങ്ങനെ ഒരു ഭാഗം ബൈബിളിനുണ്ട്. ഇതാണ് സബൂർ എന്ന് അനുമാനിക്കപ്പെടുന്നുണ്ട്. അപ്പോ സങ്കീർത്തനങ്ങൾ ദാവൂദ് അലൈഹിസ്ലാമിന് നൽകപ്പെട്ടിരുന്ന ദൈവിക വെളിപ്പാടുകളാണ് ഈ സബൂർ എന്ന പേരിൽ അറിയപ്പെടുന്നത്, സങ്കീർത്തനങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അള്ളാഹുവിനുള്ള സ്തുതികീർത്തനങ്ങൾ അടങ്ങിയിട്ടുള്ള ദാവൂദ് അലൈഹിസ്സലാം നിരന്തരം വളരെ താളാത്മകമായി പാരായണം ചെയ്തുകൊണ്ടിരുന്ന ഒരു ദൈവിക വെളിപ്പാടിന്റെ സമാഹാരമാണ് ഈ സബൂർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. വിശുദ്ധ ഖുർആന്റെ സന്ദേശം ദാവൂദ് അലൈഹിസ്സലാമിന്റെ തലമുറയിലെ ആളുകളെ എത്തിച്ചിരുന്ന ദൈവിക സന്ദേശം എല്ലാ കാലത്തും ഒന്ന് തന്നെയാണത്. ആ ദൈവിക സന്ദേശം
ബനൂ ഇസ്രായേൽ സമൂഹത്തിലെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ദാവൂദ് അലൈഹിസ്സലാമിന്റെ നേതൃത്വത്തിൽ അവരായിരുന്ന കാലത്ത് അവർക്ക് നൽകിയിരുന്ന ദൈവിക സന്ദേശം അടങ്ങിയ ആ വേദവാക്യങ്ങൾ അടങ്ങിയ ഒരു ഭാഗമാണ് ബൈബിളിന്റെ ഇന്നത്തെ വിശാലമായ സമഗ്ര ബൈബിളിന്റെ ഒരു ഭാഗമാണ്. പക്ഷെ അത് സബൂർ ദാവൂദ് അലൈഹി ഇസ്ലാമിന് അവതരിപ്പിക്കപ്പെട്ടിരുന്ന വിധത്തില് അതിന്റെ കൃത്യതയോടെയും പൂർണ്ണതയോടെയും അല്ല ഇന്നുള്ളത്. അതിൽ വേറെയും സങ്കീർത്തനങ്ങൾ ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് അത് സംബന്ധമായി പഠനം നടത്തിയ ആളുകൾ വെളിപ്പെടുത്തുന്ന കാര്യം. ദാവൂദ് അലൈഹി ഇസ്ലാമിന്റെ സങ്കീർത്തനങ്ങൾ മാത്രമല്ല, അല്ലാതെയും ഉള്ള പല സംഗതികളും അതിൽ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ബൈബിളിൽ കാണുന്ന ആ കാര്യത്തിനെ സാംസ് എന്ന പേരിൽ അറിയുന്ന, സങ്കീർത്തനങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ഭാഗം കൃത്യമായിട്ട് അതാണ് സങ്കീർത്തനങ്ങൾ അല്ലെങ്കിൽ ഈ ജബൂർ എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. അപ്പൊ ഇക്കാര്യം നാം ജബൂറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മിൻ ബഅദി ദിക്ർ, ദിക്റിന് ശേഷം. ദിക്ർ എന്ന് പറയുന്നത് ദാവൂദ് അലൈഹിസ്സലാമിന്റെ സമൂഹത്തിനായിട്ട് ജബൂറിൽ നൽകപ്പെട്ടിട്ടുള്ള ഉത്ബോധനമാണ്. ദൈവിക നിർദ്ദേശങ്ങളുടെയും മാർഗദർശനങ്ങളുടെയും ഒക്കെ സാരാംശമായ ഉത്ബോധനം ജബൂറിൽ നൽകപ്പെടുന്നുണ്ട്. അതിനു പുറമെ അതിന് ശേഷമായിട്ട് നാം ജബൂറിൽ രേഖപ്പെടുത്തുകയുണ്ടായിട്ടുണ്ട്. അന്നൽ അർള യരിസുഹ ഇബാദിയ സ്വാലിഹൂൻ, തീർച്ചയായിട്ടും നമ്മുടെ സ്വാലിഹുകളായ അടിമകൾ, നമ്മുടെ സ്വാലിഹുകളായ ഇബാദുകൾ ഭൂമിയുടെ അനന്തരാവകാശികളായി മാറും എന്ന കാര്യം. ഭൂമിയെ അവര് അനന്തര സ്വത്തായിട്ട് ഏറ്റുവാങ്ങും. ആരാണത്? അസ്വാലിഹൂൻ, സച്ചരിതരായ സുഹൃതവാന്മാരായ ആളുകൾ. സുഹൃതവാന്മാരായ ആളുകൾക്കുള്ളതാണ് ഭൂമിയുടെ അനന്തരാവകാശം എന്നാണ് ജബൂറിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. അക്കാര്യം വിശുദ്ധ ഖുർആനിലും അള്ളാഹു പലയിടത്തായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോ വലഖദ് കതബ്നാ ഫി സബൂരി മിൻ ബഅദി ദിക്ർ അന്നൽ അർള യരിസുഹ ഇബാദിയസ് സാലിഹൂൻ. യരിസുഹ എന്ന് പറഞ്ഞാൽ അതിനെ അനന്തരാവകാശമായി ഏറ്റുവാങ്ങും. ആരാണ് വാങ്ങുക? ഇബാദിയസ് സാലിഹൂൻ, നമ്മുടെ സാലിഹുകളായ ഇബാദുകൾ, നമ്മുടെ അടിമകൾ. സാലിഹുകളായ അടിമകൾ, മനുഷ്യര് രണ്ട് വിഭാഗമുണ്ട്. സാലിഹുകളായവരുണ്ട്, സാലിഹുകളല്ലാത്തവരുണ്ട്. നന്മയുടെ പാത തെരഞ്ഞെടുത്ത് സത്യമാർഗത്തിലൂടെ മുന്നേറുന്ന സുഹൃതം ചെയ്യുന്ന ആളുകളെയാണ് ഇവിടെ ഇബാദിയ സാലിഹൂൻ എന്ന പ്രയോഗത്തിലൂടെ സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ചില ആളുകള് സമീപകാലത്തുള്ള ചില ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരണങ്ങളിൽ വളരെ വലിയ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന, സ്വയം തെറ്റിദ്ധാരണയിൽ അകപ്പെട്ട വിധത്തിലുള്ള വിശദീകരണങ്ങൾ ഇതിന് നൽകിയത് ചിലർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇവിടെ ഭൂമിയെ അനന്തരം എടുക്കുന്നത് സ്വാലിഹുകളായിരിക്കും എന്ന് പറയുന്നത് അവര് മനസ്സിലാക്കിയത് ഭൗതിക ലോകത്ത് നാടുകളെ, ഭൂപ്രദേശങ്ങളെ, അതിന്റെ നിയന്ത്രണവും അധികാരവും ഒക്കെ കൈയാളുന്നവരായിക്കൊണ്ട് രംഗത്ത് വരുന്ന ആളുകൾ, അതിന് ഭാഗ്യം ലഭിക്കുന്ന ആളുകളാണ് സ്വാലിഹുകള് എന്ന ഒരു തെറ്റിദ്ധാരണയാണ് അവരതിലൂടെ പ്രകടിപ്പിക്കുന്നത്. ഭൂമിയെ അനന്തരം എടുക്കുന്നത് ഈ സ്വാലിഹുകളായിരിക്കും എന്ന് അള്ളാഹു പറഞ്ഞതുകൊണ്ട് ഭൂമിയിൽ മേധാവിത്വം നേടുന്ന, അധികാരം നേടുന്ന, അല്ലെങ്കിൽ ഭരണനിർവഹണത്തിനൊക്കെ അവസരം കിട്ടുന്ന ആളുകളാണ് സ്വാലിഹുകൾ യഥാർത്ഥത്തിൽ എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ടാണ് അവര് മുന്നോട്ട് പോവുകയുണ്ടായത്. യഥാർത്ഥത്തിൽ ഈ ഭൂമുഖത്ത് അധികാരവും സ്വാധീനവും ഒന്നും ലഭിക്കുന്നതിനെ കുറിച്ചല്ല അള്ളാഹു ഇവിടെ പറയുന്നത്. ഈ ഭൂമിയുടെ അള്ളാഹു നിശ്ചയിച്ച കാലം കഴിയുമ്പോൾ അള്ളാഹു ഈ പ്രപഞ്ചത്തെ പുസ്തകത്തിലെ താളുകൾ ചുരുട്ടിയെടുക്കുന്നത് പോലെ ചുരുട്ടിയെടുത്ത് അതിനെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം പുനരാവിഷ്കരിക്കപ്പെടുന്ന ഭൂമിയുടെ അനന്തരാവകാശികളായിട്ട് വരാൻ പോകുന്നത് ഈ സ്വാലിഹുകൾ മാത്രമായിരിക്കും എന്നാണ് അള്ളാഹുടെ യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത്.
എന്റെ തൊട്ടു മുമ്പുള്ള ആയത്തുകളും അതിനുശേഷം വരുന്ന ആയത്തുകളും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ ഇതിനെ വായിക്കുമ്പോൾ വളരെ കൃത്യതയോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ട് വ്യത്യസ്ത പാതകൾ സ്വീകരിച്ച ആളുകളുണ്ട്. അവരുടെ കൂട്ടത്തില് തഖ്വയുടെ മാർഗം സ്വീകരിച്ചുകൊണ്ട് വിശ്വാസത്തോടൊപ്പം സൽക്കർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ട് പോകുന്ന ആളുകളുടെ കാര്യത്തില് അവരാണ് ഭൂമിയുടെ അനന്തരാവകാശികളായിട്ട് മാറാൻ പോകുന്നത് എന്നതാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ഈ ഭൂമിയുടെ അനന്തരാവകാശം ഏറ്റുവാങ്ങുക എന്ന് പറയുന്നത് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഈ ഭൗതിക ലോകത്ത് ഇവിടെ അധികാരം ലഭിക്കുന്നവരും രാജാക്കന്മാരും മേധാവികളും നേതാക്കന്മാരും ഒക്കെ ആയിക്കൊണ്ട് ബാക്കിയുള്ളവരെ നിയന്ത്രിച്ച് തങ്ങളുടെ നേതൃത്വത്തിന് കീഴിലാക്കാൻ കഴിയുന്ന തരം ആളുകളാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത് എന്ന ഒരു തെറ്റിദ്ധാരണയാണ് ചിലർ കൊണ്ടു നടക്കുന്നത്. യഥാർത്ഥത്തിൽ അത് വളരെ തെറ്റായ ഒരു വായനയാണ്. ഇവിടെ പരാമർശിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ വേറെയും ചില ആയത്തുകളുടെ പിൻബലത്തോടു കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഈ പ്രപഞ്ചത്തെ അള്ളാഹു അവസാന ഘട്ടത്തിൽ പുനരാവിഷ്കരിച്ചതിന് ശേഷം ഒരു പുസ്തകത്തിന്റെ താളുകളെ ചുരുട്ടിയെടുക്കുന്ന വിധത്തിൽ ഭൂമുഖത്തെ അല്ലെങ്കിൽ പ്രപഞ്ചത്തെ ആകാശത്തിനെയൊക്കെ അള്ളാഹു ചുരുട്ടിയെടുത്തതിന് ശേഷം അതിന്റെ തുടക്കാവസ്ഥയിലേക്ക് അതിനെ തിരികെ കൊണ്ടുപോയതിന് ശേഷം പുനരാവിഷ്കരിക്കപ്പെടുന്ന പാരത്രിക ലോകം എന്ന് നമ്മൾ പറയുന്ന ആ ലോകത്ത് ഭൂമിയുടെ അനന്തരാവകാശികളായിട്ട് വരാൻ പോകുന്നത് സ്വാലിഹുകളായിരിക്കും. അള്ളാഹു തെരഞ്ഞെടുത്ത തഖ്വയുടെ മാർഗം സ്വീകരിച്ച സൽക്കർമ്മം ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തി നേടാൻ സാധിച്ച ആളുകളായിരിക്കും പിന്നെ തുടർന്ന് ഭൂമിയുടെ അനന്തരാവകാശികളായിട്ട് ഉണ്ടാവുക എന്ന കാര്യമാണ് അള്ളാഹുവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഈ ആളുകള് ഭൗതിക ലോകത്ത് പടയോട്ടങ്ങൾ നടത്തിയും രാഷ്ട്രീയ കരുനീക്കങ്ങൾ നടത്തിയും അധികാരവും സ്ഥാനവും പദവിയും ഒക്കെ പിടിച്ചെടുത്ത ആളുകളാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്നത്. അവരെയാണ് യഥാർത്ഥത്തിൽ സ്വാലിഹുകൾ എന്ന് പറയുന്നത്. അങ്ങനെ അതിന് കഴിഞ്ഞിട്ടില്ലാത്ത ആളുകള് പരാജിതരാണ്, അവരാണ് ഫാസിഖുകൾ എന്ന വിധത്തിൽ അവർ വിവരിക്കുന്നത് ചില മുഫസ്സിറുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും അങ്ങനെ ഒരു ആശയമല്ല പാരത്രിക ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഭൂമിയെയും പ്രപഞ്ചത്തെയും ഒക്കെ അള്ളാഹു പുനരാവിഷ്കരിച്ചതിന് ശേഷമുള്ള ഒരു കാര്യമാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. സബൂറില് അള്ളാഹു ഇത് വ്യക്തതയോടുകൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലും അള്ളാഹു ഇത് വ്യക്തമാക്കുകയാണ്. അപ്പൊ സബൂറില് ഉത്ബോധനം, കേന്ദ്ര പ്രാധാന്യമുള്ള ഉത്ബോധനം നിർവഹിച്ചതിനെ തുടർന്ന് അള്ളാഹു രേഖപ്പെടുത്തിയ ഒരു കാര്യം അന്നൽ അർള യരിസുഹ ഇബാദിയ സ്വാലിഹൂൻ, ഭൂമിയെ സ്വാലിഹുകളായ അള്ളാഹുവിന്റെ അടിയാറുകളാണ് അതിന്റെ അനന്തരാവകാശികളാവാൻ പോകുന്നത് എന്ന കാര്യമാണ്. ഇന്ന ഫീ ദാലിക, ഈ ഒരു കാര്യത്തിൽ ലബലാഗൻ ലിഖൗമിൻ അബിദീൻ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിൽ വലിയ ആവേശം കാണിച്ചുകൊണ്ട് നിലകൊള്ളുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞിരിക്കുന്ന സംഗതിയിൽ വലിയൊരു സന്ദേശമുണ്ട്, ഒരു ബലാഗുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം. വളരെ ശക്തമായ, വളരെ വലിയ പ്രചോദനമാവുന്ന, വലിയ മോട്ടിവേഷൻ നൽകുന്ന വിധത്തിലുള്ള ഒരു സന്ദേശം ഇതില് ആബിദുകളുടെ കാര്യത്തിലുണ്ട് എന്നാണ് അള്ളാഹു പറയുന്നത്. അള്ളാഹുവിനുള്ള ഇബാദത്ത് നിർവഹിക്കുന്നതിൽ അവനുള്ള കീഴ്പ്പെടലും അവനുള്ള ആരാധനയും അവന് നൽകുന്ന അനുസരണവും ഒക്കെ കൃത്യതയോടുകൂടി പാലിക്കുന്നതിൽ വ്യഗ്രത കാണിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞതിൽ വലിയ പ്രചോദനമാവുന്ന ഒരു സന്ദേശം അടങ്ങിയിട്ടുണ്ട് എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. എന്ന് വെച്ചാൽ പുനരാവിഷ്കരിക്കപ്പെടുന്ന പ്രപഞ്ചത്തില് മനുഷ്യര് പാരത്രിക ലോകത്ത് അവരുടെ കൂട്ടത്തില് സ്വാലിഹുകളായ ഇബാദുകൾ മാത്രമാണ് ഈ ഭൂമിയെ അനന്തരമെടുക്കാൻ പോകുന്നത് എന്ന ഒരു കാര്യത്തില് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്ദേശമുണ്ട്. ആരാണോ അത് ആഗ്രഹിക്കുന്നത് അവർക്ക് ഈ ഭൂമുഖത്ത് അതിനുവേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കാം. അതിനുവേണ്ടി പ്രചോദനം നൽകുന്ന ഒരു സന്ദേശമാണ് ഇതില് അടങ്ങിയിട്ടുള്ളത് എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അപ്പോ ജബൂറിൽ രേഖപ്പെടുത്തപ്പെട്ട കാര്യമാണ്
വിശുദ്ധ ഖുർആനിൽ പലയിടത്തും അത് ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തെ അള്ളാഹു ചുരുട്ടിയെടുക്കുന്ന, പുസ്തകത്തിന്റെ താള് പോലെ ചുരുട്ടിയെടുക്കുന്ന ഒരു സമയം വരാനിരിക്കുന്നു. എന്നിട്ട് അത് ഏത് വിധത്തിലാണോ അതിന്റെ സെട്ടിപ്പിന് തുടക്കം ഉണ്ടായിരുന്നത് ആ അവസ്ഥയിലേക്ക് അത് തിരികെ കൊണ്ടുപോവുകയും ചെയ്യും. അത് തീർച്ചയായിട്ടും അള്ളാഹു നടപ്പിലാക്കും. അതിനെ തുടർന്ന് പുനരാവിഷ്കരിക്കപ്പെടുന്ന ലോകത്ത് ഭൂമിയുടെ വാരിസുകളായിട്ട് വരാൻ പോകുന്നത്, ഭൂമിയെ അനന്തരാവകാശം എന്ന നിലക്ക് സ്വീകരിക്കാൻ, ഏറ്റുവാങ്ങാൻ പോകുന്നത് നമ്മുടെ സാലിഹുകളായ അടിമകളായിരിക്കും, ഇബാദുകളായിരിക്കും എന്നാണ് അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ഒരു കാര്യത്തില് അത് അള്ളാഹുവിന്റെ എല്ലാ വേദഗ്രന്ഥങ്ങളിലും, ജബൂർ ഉൾപ്പെടെയുള്ള എല്ലാ വേദഗ്രന്ഥങ്ങളിലും സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഈ ഒരു വസ്തുതയിൽ തീർച്ചയായിട്ടും ആബിദുകളായ എല്ലാവർക്കും വലിയ ശക്തമായ പ്രചോദനം നൽകുന്ന ഒരു സന്ദേശം അടങ്ങിയിട്ടുണ്ട് എന്നുകൂടിയാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നത്. അപ്പൊ ഞാൻ ചില കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കുകയുണ്ടായി. ആളുകളിൽ ഖുർആൻ വിശദീകരിക്കാൻ ശ്രമിച്ച ആളുകളുടെ കൂട്ടത്തില് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന വിധത്തിൽ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ച ചില ആളുകൾ ഉണ്ട് എന്നതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം. അവിടെ സ്വാലിഹുകളായിട്ട് അവര് വ്യാഖ്യാനിക്കാൻ മുതിർന്നത് ഭൂമിയിൽ അധികാരവും സ്വാധീനവും ഒക്കെ നേടാൻ കഴിയുന്ന നമ്മളുടെ ഭൗതിക ലോകത്ത് നമ്മൾ കാണുന്ന അച്ചീവേഴ്സ് ഉണ്ടല്ലോ, നേട്ടങ്ങൾ ഉണ്ടാക്കിയവർ എന്ന പേരിൽ ലോകം വാഴ്ത്തുന്ന ആളുകൾ, അവരെയാണ് ഈ വ്യാഖ്യാന പ്രകാരം ആളുകൾ സ്വാലിഹുകളായിട്ട് പറയുന്നത്. പക്ഷെ അത് വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാന സന്ദേശത്തിന് തന്നെ വിരുദ്ധമായതാണ്. കാരണം അള്ളാഹുവിന്റെ ഏകത്വത്തെയും അള്ളാഹുവിന്റെ പ്രപഞ്ചത്തിന് വേണ്ടിയുള്ള സംവിധാനത്തെ കുറിച്ചൊക്കെയുള്ള വെളിപ്പെടുത്തലുകളും ഒന്നും അംഗീകരിക്കാത്ത, അവിശ്വാസവും ധിക്കാരവും ഒക്കെ ആയിട്ട് നടക്കുന്ന പല ആളുകളും ഭൂമുഖത്ത് വലിയ മേധാവികളും കരുത്തന്മാരും ഒക്കെ ആയി മാറിയിട്ടുള്ളത് നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്. പിന്നിട്ട ചരിത്രഘട്ടങ്ങളിൽ അതുണ്ടായിട്ടുണ്ട്. നമ്മുടെ സമകാലിക സാഹചര്യത്തിലും അത്തരം ചിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതല്ല ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. സ്ഥാനത്ത് നിന്ന് അടർത്തി മാറ്റി ഒരു ദുർവ്യാഖ്യാനം നൽകുന്ന ഒരു സംഗതി മാത്രമാണത് എന്ന് വിശുദ്ധ ഖുർആന്റെ സാകല്യത്തില് അതിന്റെ ആശയങ്ങളെ ഉൾക്കൊള്ളുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടും. മറ്റിടത്ത് സൂറത്തുൽ മുഅ്മിനൂനിൽ ഇങ്ങനെ പറയുന്നത് കാണാൻ കഴിയും. ഉലൈക ഹുമുൽ വാരിസൂൻ. സത്യവിശ്വാസികളുടെ പല പ്രത്യേകതകളും വിവരിച്ചതിന് ശേഷം പറയുന്നത് അവരാണ് യഥാർത്ഥത്തിൽ അനന്തരാവകാശികൾ. അല്ലദീന യരിസൂനൽ ഫിർദൗസ. ഫിർദൗസിനെ അനന്തരം എടുക്കുന്നവർ അവരാണ്. ഹും ഫീഹാ ഖാലിദൂൻ. ആ ഫിർദൗസിൽ അവര് നിത്യതയോടുകൂടി ജീവിക്കുന്നവരുമാണ് എന്നാണ് സൂറത്തുൽ മുഅ്മിനൂനിൽ വിവരിക്കുന്നത്. സൂറത്തുൽ സുമറിൽ വേറെ ഒരു വിവരണം കാണാം. വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നത്തി സുമറ. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് തഖ്വയോടുകൂടി ജീവിച്ച ആളുകൾ സ്വർഗീയമായ ഉദ്യാനങ്ങളിലേക്ക് നയിക്കപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് കുറച്ചുകൂടി വിവരണങ്ങൾ വന്നതിന് ശേഷം പറയുന്നത്, ഈ ആളുകള് അവരുടെ പാരത്രിക ലോകത്തെ അവരുടെ വാസ ഇടങ്ങളിൽ എത്തിയതിന് ശേഷം അതിൽ വലിയ സന്തോഷവും ആനന്ദവും ഒക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് അവർ പറയുക, വഖാലു, അവർ പറയുക ഇങ്ങനെയാണ്, അൽഹംദുലില്ലാഹില്ലദീ സദഖനാ വഅദഹു. ഞങ്ങളോട് ചെയ്ത വാഗ്ദാനം പുലർത്തിയ അള്ളാഹു, ആ വാഗ്ദാനം സത്യമായി പുലർത്തിയ അള്ളാഹുവിന് ആണ് സർവസ്തുതിയും. ഔറസിനൽ അർള. എന്നിട്ട് ഭൂമിയെ ഭൂമി നമ്മൾ അനന്തരാവകാശമായി ഏറ്റുവാങ്ങാൻ ഇടയാക്കിയ, അതുപോലെ നതബവ്വഉ മിനൽ ജന്നത്തി ഹൈസു നശാ. ഈ ഉദ്യാനത്തില്, ഭൂമിയിൽ നമുക്ക് വേണ്ടി സജ്ജീകരിച്ചിട്ടുള്ള ഉദ്യാനത്തിൽ എവിടെ വേണമെങ്കിലും പാർപ്പിടം കണ്ടെത്താൻ പറ്റുന്ന വിധത്തില് നമുക്ക് ഭൂമിയെ
അനന്തരമെടുക്കാൻ അവസരമൊരുക്കിയ അള്ളാഹുവിനാണ് സർവസ്തുതി. ഫനിഅമ അജ്റുൽ ആമിലീൻ, കർമ്മം ചെയ്യുവാൻ സന്നദ്ധരായ ആളുകൾക്കുള്ള പ്രതിഫലം എത്ര അനുഗ്രഹീതമായതാണ് എന്നതാണ് അവര് ആശ്ചര്യത്തോടുകൂടി ആനന്ദത്തോടുകൂടി പങ്കുവെക്കുന്ന കാര്യം. മറ്റൊരിടത്ത് അത് സൂറത്തുൽ അഅറാഫിലെ 128 ആയത്തിൽ ഇങ്ങനെ കാണാം, ഇന്നൽ അർദ ലില്ലാഹ്, ഭൂമി അള്ളാഹുവിനുള്ളതാണ്. യൂരിസുഹ മൻ യശാഉ മിൻ ഇബാദി, തന്റെ അടിയാറുകളുടെ കൂട്ടത്തില് താൻ ഇച്ഛിക്കുന്നവർക്കാണ് അവൻ അതിന്റെ അനന്തരാവകാശം നൽകുക എന്നാണ് അവിടെ പറയുന്നത്. നാം ഇച്ഛിക്കുന്നവർക്ക് എന്നതിനുള്ള വിശദീകരണം വേറെ പലയിടത്തും നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിന്റെ മശീഅത്ത് നിബന്ധനകളില്ലാത്തതല്ല. അള്ളാഹുവിന്റെ മശീഅത്തിന് ഒരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ പ്രകാരമാണ് അത് പലയിടത്തുമായിട്ട് വ്യക്തമാക്കപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോ സത്യപാത പിൻപറ്റുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിലക്കൊണ്ടുകൊണ്ട് സ്വാലിഹായ അമലുകൾ ചെയ്ത് ജീവിച്ച തഖ്വയോടുകൂടി നിലക്കൊണ്ട ആളുകളാണ് പുനരാവിഷ്കരിക്കപ്പെടുന്ന പ്രപഞ്ചത്തിലെ ഭൂമിയുടെ അനന്തരാവകാശികളാകാൻ പോകുന്നത് എന്നാണ് അള്ളാഹു അവിടെ വ്യക്തമാക്കുന്നത്. എന്നാൽ ഭൂമുഖത്ത് തന്നെ, ഈ ഭൗതിക ലോകത്ത് തന്നെ അധികാരവും സ്ഥാനവും പദവിയും ഒക്കെ കിട്ടുന്ന ആളുകളെ കുറിച്ചുള്ള ഒരു സൂചന അള്ളാഹു വേറെ ഒരിടത്ത് നൽകുന്നുണ്ട്. സൂറത്തുൽ അഅറാഫിലെ 129 ആയത്ത് നോക്കുക. വയസ്തഖ്ലിഫക്കും ഫിൽ അർളി, ഭൂമിയിൽ നാം നിങ്ങളെ പിന്മുറക്കാരായിട്ട്, അതിന്റെ കൈകാര്യകർത്താക്കളായിട്ട് നിശ്ചയിക്കും. എന്തിനാണത്? ഫയൻദുറ കൈഫ തഅമലൂൻ, നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത് നിങ്ങളെ നിരീക്ഷിച്ച് കാണുന്നതിന് വേണ്ടി. ഇങ്ങനെയാണ് അവിടെ അള്ളാഹു വ്യക്തമാക്കുന്നത്. അപ്പൊ ഒരു പരീക്ഷണത്തിന് വേണ്ടി ഭൂമിയിൽ ചിലർക്ക് ആധിപത്യം നൽകും, അധികാരം നൽകും, അതുപോലെ സമ്പത്തും സ്ഥാനവും പദവിയും ഒക്കെ നൽകും. അത് വേറൊരു കാര്യം പറയുകയാണ്, ഭൂമുഖത്തെ അള്ളാഹുവിന്റെ നിലപാട്. ഇവിടെ പലർക്കും അധികാരം കിട്ടുന്നതും സ്ഥാനം കിട്ടുന്നതും സമ്പത്ത് ലഭിക്കുന്നതും ഒന്നും തന്നെ അവരുടെ നന്മയോ അവരുടെ അതിനുള്ള അർഹതയോ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടല്ല. അത് ഓരോരുത്തരെയും വ്യത്യസ്തമായ അവസ്ഥകളിൽ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. അള്ളാഹു ഒരുപാട് സൗഭാഗ്യങ്ങൾ നൽകിക്കൊണ്ട് പരീക്ഷിക്കും, പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നൽകിക്കൊണ്ടും പരീക്ഷിക്കും. അതികഠിനമായ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്ന പ്രവാചകന്മാര് യഥാർത്ഥത്തിൽ പരീക്ഷിക്കപ്പെടുകയായിരുന്നു. വലിയ സൗഭാഗ്യങ്ങള് ലഭിച്ചിരുന്ന പല ഭരണാധികാരികളും അതുപോലെ ജനങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരുന്ന തരത്തിലുള്ള നേതാക്കന്മാരും ആളുകളും ഒക്കെ വലിയ സ്വാധീനവും കരുത്തും പദവിയും അധികാരവും ഒക്കെ ഉള്ളവരായി അവർക്ക് ജീവിക്കാൻ സാധിച്ചത് യഥാർത്ഥത്തിൽ അവർക്കുള്ള ഒരു പരീക്ഷണമായിരുന്നു. അവര് ഏത് വിധത്തിൽ പ്രതികരിക്കുന്നു എന്നത് നിരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് സംബന്ധമായി ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഭൂമിയുടെ അനന്തരാവകാശികളാവും എന്ന് പറയുന്നത് ഈ ഭൗതിക ലോകത്ത് ഭൂമിയിൽ അധികാരവും പദവിയും സ്ഥാനവും ഒന്നും കിട്ടും എന്നുള്ള സൂചനയല്ല, മറിച്ച് അത് പുനരാവിഷ്കരിക്കപ്പെട്ട പ്രപഞ്ച സംവിധാനത്തിൽ ഭൂമിയുടെ അനന്തരാവകാശികളാക്കാൻ പോകുന്നത് അള്ളാഹു സ്വാലിഹികളെയാണ്, സൽക്കർമ്മികളെയാണ് എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത് എന്നത് ഈ ആയത്തുകളൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകും. ഞാൻ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.